നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഫലങ്ങൾ അനുഭവിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കന്നിരാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്രയുടെ അര നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ രാശിയുടെ അതായത് ഓരോ രാശിക്കും ഓരോ സിമ്പൽ ഉണ്ട്. ഈ രാശിയുടെ സിമ്പൽ എന്നത് ഒരു തോണിയിൽ ഇരിക്കുന്ന കന്യകയാണ്. ഒരു കൈയില് തീപ്പന്തവും മറുകൈയില് കതിരും വെച്ചുകൊണ്ട് തോണിയിലിരിക്കുന്ന കന്യകയാണ് ഈ രാശിയുടെ സിമ്പൽ. അതായത് രാശി സ്വരൂപം. ഈ സ്വരൂപം ഒരു കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലത്തുകൂടെ തോണിയിലിരുന്ന് യാത്ര ചെയ്യുകയാണ്. അതായത് ഒരു കായലോ ജലാശയവുമായി ബന്ധപ്പെട്ട സ്ഥലമാവാം. അപ്പം അതുകൊണ്ട് ഈ രാശിയില് ചന്ദ്രൻ നിൽക്കുമ്പോൾ ഈ രാശിക്കൊരു ഫലം തീർച്ചയായും പറയേണ്ടതായുണ്ട്. അപ്പം ആദ്യമായി നമുക്ക് ഈ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഏത് ഫലത്തെയാണ് പറയേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീളാമന്തര ചാരു വീക്ഷണഗതി സ്രസ്താംസാ ബാഹുസുഖി ശ്ലേഷ്ണാഹാസത്തിരത കലാസ്തു നിപുണ ശാസ്താർത്താ വിദാത്മിക മേധാവി സുരതപ്രിയ പരഗൃഹേ വിത്തേച്ച സംയുജ്യതേ കന്യായാംബരദേശക പ്രിയവജ കന്യപ്രജോ അൽപാത്മജ. ഇതാണ് കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴുള്ള ഫലം. വ്രീളാമന്തര ചാരു വീക്ഷണഗതി, ലജ്ജയോടുകൂടി വളരെ പതുക്കെ നോക്കുകയും നടക്കുകയും ചെയ്യുന്നവരും. ഇവര് നാണം കുണുങ്ങികളായിരിക്കും. വ്രീളാമന്തര ചാരു വീക്ഷണഗതി, വളരെ മനോഹരമായി ഉള്ള നോട്ടമായിരിക്കും. ഇവരുടെ കണ്ണുകൾ വളരെ മനോഹരമായ കണ്ണുകളായിരിക്കും. സ്രസ്താംസ ബാഹുസുഖി, തോളെല്ലുകൾ താഴ്ന്നവയും കൈകൾ താഴ്ന്നവയും ആവാം. ശ്ലേഷ്ണ, മിനുപ്പമുള്ള ശരീരമായിരിക്കും. അത് പല രീതിയിലാവാം. ഓരോ വ്യക്തികൾക്കും പല നിറങ്ങളാവാം. ആ പല നിറങ്ങളിൽ ഗ്ലൈസിങ് കൂടിയതാവാം. ചിലരെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര മനോഹരമായ ഒരു ശരീരമാവാം. ഐശ്വര്യവും മറ്റു കാര്യങ്ങളും ശരീരത്തിന്റെ പ്രകൃതി കൊണ്ടും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശരീര രീതിയാവാം ചില ആൾക്കാരുടെ. ശ്ലേഷ്ണാഹ, സത്യരത, സത്യസന്ധനായിരിക്കും. എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന വ്യക്തിയായിരിക്കും ഈ കന്നിരാശിയില് ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ കന്നിരാശിയിൽ ലഗ്നമായി ജനിക്കുന്ന വ്യക്തി. രണ്ടും പറയാം. ലഗ്നത്തിനും ചന്ദ്രനും ഈ തത്തുല്യമായിട്ട് ഈ ഫലമാണ് പറയേണ്ടത്. വാസ്തു നിപുണ, കലാകാര്യങ്ങളില് വളരെ താല്പര്യമുള്ളവനും നിപുണനായിരിക്കും. കലാകാര്യങ്ങളിൽ താല്പര്യമുള്ളവനും കലാകാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയും അതില് അറിവ് നേടുന്നവനുമായിരിക്കും. ശാസ്ത്രാർത്ഥാവിദാത്മിക, ശാസ്ത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനും ശാസ്ത്രകാര്യങ്ങളിൽ അറിവ് നേടുന്നവനുമായിരിക്കും. മേധാവി സുരതപ്രിയ പരഗൃഹേ വിത്തേച്ച സംയുജ്യതേ, മേധാവി, എല്ലാ കാര്യങ്ങളിലും അറിവ് നേടുന്നവനും ഒരു സേനയെ നയിക്കേണ്ടതായിട്ടുള്ളവനും അതുപോലെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിക്കുന്നവനുമായിരിക്കും മേധാവി. മേധാവി കരസേനാ മേധാവി, നാവികസേനാ മേധാവി, വ്യോമസേനാ മേധാവി എന്നിങ്ങനെ മേധാവിമാരെല്ലാം ഉണ്ട്. അപ്പം ഈ ഷിപ്പ് മുതലായ കാര്യങ്ങളിൽ മർച്ചന്റ് നേവി തുടങ്ങിയ കാര്യങ്ങൾ പറയാം. അതുപോലെ നാവികസേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനെല്ലാത്തിനും ഒരു മേധാവി ഉണ്ടാകും. ഒരു മേധാവിയായിട്ടുള്ള ഒരു യോഗവും പറയുന്നുണ്ട്. സുരതപ്രിയ പരഗൃഹേ വിത്തേച്ച സംയുജ്യതേ, പല ആൾക്കാരുടെയും ഗൃഹങ്ങളും വസ്തുക്കളും വന്നു ഭവിക്കേണ്ടതായിട്ടുള്ള യോഗങ്ങൾ. അത് പല രീതിയിലാവാം ആ യോഗങ്ങൾ വരേണ്ടത്. ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ ബലം കൂടി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ ഫലം പൂർണ്ണമായിട്ടും പറയേണ്ടതുള്ളൂ. മറ്റുള്ളവരുടെ ഗൃഹവും വീടും ഒക്കെ വരണമെന്ന് പറഞ്ഞാൽ അത് ബിസിനസ് സംബന്ധമായിട്ട് വരാം. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാര്യം പൂർണ്ണമായിട്ടും ഉണ്ടാകാം. മറ്റുള്ളവരുടെ വസ്തു വാങ്ങി വീട് വെച്ച് വിൽക്കുക, മറ്റുള്ളവരുടെ ധനം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക,
ഇതെല്ലാം നമുക്ക് പറയേണ്ടതായിട്ട് വരും. അന്യായാംബരദേശക, സ്വന്തം ദേശം വിട്ട് അന്യദേശത്ത് വസിക്കുന്നവനായിരിക്കും. പ്രിയവച, മധുരമുള്ള വാക്കുകൾ സംസാരിക്കുന്നവനും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവനുമായിരിക്കും. ഒരു സെയിൽസ്മാൻ മുതലായ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. അതുപോലെ പ്രസംഗത്തില് വളരെയധികം ഉന്നതി ഉണ്ടാവുന്നവനും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാനുള്ള കഴിവുള്ളവനുമായിരിക്കും. കന്യപ്രജ, ഇപ്പം സ്ത്രീ സന്താനം കൂടുതലുള്ളവനുമായിരിക്കും. അല്പാത്മജ, പുരുഷ സന്താനങ്ങൾ നേരെ തിരിച്ചായിരിക്കും. പുരുഷ സന്താനങ്ങൾ കുറവുള്ളവനുമായിരിക്കും. സ്ത്രീ സന്താനങ്ങൾ കൂടിയിരിക്കുകയും പുരുഷ സന്താനങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും കന്നിരാശിയിൽ ജനിക്കുന്ന വ്യക്തി. ഇത്രയുമാണ് കന്നിരാശിയെ കുറിച്ച് ആചാര്യൻ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.